നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഗംഗാധരൻ ശിവശങ്കരനോട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന വൈജയന്തി അവൾ ഇനിയിപ്പോൾ അവിടെ ഈ വീട്ടിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ തീരുമാനം എന്തായിരിക്കും? അലീന ഇപ്പം ആ വീട്ടിൽ നിന്ന് പോയെന്നറിഞ്ഞാലും അവൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ചാൻസ് കുറവാ. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെ പോവാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം അവൾ ആ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണല്ലോ അലീന അവിടെ നിന്ന് പോയത്. അല്ല ഇനിയിപ്പം വൈജയന്തി ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ലായിരിക്കും അവൾ പോയ കാര്യം എന്ന് ഗംഗാധരൻ പറഞ്ഞു. പിന്നെ ഒരുത്തി പോയിട്ടുണ്ടല്ലോ കമല അങ്ങോട്ടേക്ക്, അവൾ ചെന്ന് കൊളുത്തി കൊടുക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഗംഗാധരൻ ശിവശങ്കരനും കൂടെ വൈജയന്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് വൈജയന്തി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴേക്കും ഗംഗാധരൻ വന്നിട്ട് പറഞ്ഞു, നീ കാര്യം പറഞ്ഞോ? അലീന വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. അവൾ പോയെന്നോ? എൻ്റെ ഗംഗേട്ടനോട് ആരാ ഇത് പറഞ്ഞത്? അവൾ അങ്ങനെയൊന്നും പെട്ടെന്ന് പോകുന്നവളല്ല. അവൾ പോകത്തൊന്നുമില്ല. ഇതിന് മുമ്പ് എത്രയോ വട്ടം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയാൽ പോലും ബാലേന്ദ്രൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരും. ശിവശങ്കരൻ പറഞ്ഞു, എടി ഇത് അങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് യാത്ര പറഞ്ഞ നീ കേട്ടല്ലേ? എന്നോടും ഗംഗേട്ടനോടും നിന്നോടും ഒക്കെ യാത്ര പറഞ്ഞിട്ടല്ലേ അവൾ പോയത്. അതുകൊണ്ട് അവൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. പിന്നെ തിരിച്ചു വരാൻ പോകുന്നില്ല. അല്ല കൊണ്ടുവിടാൻ ആരാ? ബാലേന്ദ്രനും കൂടെ പോയെന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ? ഓ ബാലേന്ദ്രൻ പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ആദ്യം തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബാലേന്ദ്രൻ അവളെ കൊണ്ടുവരേണ്ട എന്ത് കാര്യമുള്ളേ? ഒരു വേലക്കാരി പോകുമ്പോൾ വേലക്കാരി അടുത്ത വീട്ടിൽ കൊണ്ടേയാക്കുക. ആഹാ എന്തൊരു അന്തസ്സുള്ള കാര്യം ബാലേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടു, ഒരു 3-4 ദിവസം എവിടെയെങ്കിലും താമസിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരും. അല്ലെങ്കിൽ ബാലേന്ദ്രൻ അവളെ കാണാതിരിക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഹോട്ടലിൽ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തോണം. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിന്റെ തലയിലേക്കൊന്നും കയറാനും പോകുന്നില്ല. അവൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വരാൻ പോകുന്നില്ല പോലും. അവളല്ലേ, അവൾ അതല്ല അതിലപ്പുറം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, വൈജയ നിനക്കു ആ വീട്ടിലേക്ക് കയറാനായിട്ടുള്ളൊരു അവസരമാണ്, നീയായിട്ട് അത് പാഴാക്കരുതെന്ന് പറഞ്ഞു. കയറാനായിട്ടോ? കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ എന്നിട്ടോ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. 1-2 ദിവസം നോക്കട്ടെ, അവൾ വരുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ടോ പോകുന്നുള്ളൂ. ഗംഗാധരൻ പറഞ്ഞു, വൈജയ ബാലേന്ദ്രൻ അവളെ കൊണ്ടുവിടാനായിട്ട് പോയിരിക്കുക. ആ സമയത്ത് അവിടെ ചെന്ന് കയറുന്ന ബുദ്ധി അല്ലാതെ ബാലേന്ദ്രനുള്ള സമയത്ത് അങ്ങോട്ട് ചെന്ന് കയറിയിട്ടുണ്ട് ചിലപ്പോൾ നിന്നെ ആ വീട്ടിൽ കയറ്റിന്ന് പോലും വരത്തില്ല. എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചു, നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഒന്ന് ആലോചിച്ചു, അല്ല അവൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട്. എന്തിനാടി സംശയിക്കുന്നേ? നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ മക്കളോട് വിളിച്ചു ചോദിച്ചാൽ അറിയാലോ കാര്യങ്ങളൊക്കെ. അവർ പറയില്ലെന്ന് ചോദിച്ചു. പിന്നെ മക്കള് ഒന്നും പറയണില്ല, അവരെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. എന്താടി നിനക്ക് നിന്റെ മക്കളെ പോലും ഇഷ്ടമില്ലേന്ന് ചോദിച്ചു. അവരെല്ലാം അവളുടെ ഭാഗത്തല്ലേ? എടി അവളുടെ ഭാഗത്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം വിചാരിക്കണം, എന്തുകൊണ്ടാന്ന്? അതൊരു പാവം കൊച്ചായിരുന്നു അലീന. നിന്റെ മക്കളുടെ കാര്യമെല്ലാം നോക്കി അവൾ അവിടെ നല്ല അന്തസ്സോട് കൂടി തന്നെയാണ് കഴിഞ്ഞിരുന്നത്. പിന്നെ മക്കളുടെ കാര്യം നോക്കാനായിട്ട് മക്കളെല്ലാം പാൽ കുടിക്കുന്ന പ്രായമാണല്ലോ. അതുങ്ങളെ കുളിപ്പിക്കണം, ഉറക്കണം, അതുങ്ങളെ മലമൂത്രമൊക്കെ കോരണം. ഒന്ന് എൻ്റെ ശിവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുവാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അവരൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. കാരണം വൈജയന്തിയോട് പറഞ്ഞു ജയിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഇങ്ങനെ ആലോചിക്കുവാണ്, എന്താ ചെയ്യണ്ടേ ഒന്ന് വിളിച്ചു നോക്കണം, അവൾ പോയല്ലോ എന്നൊക്കെ അറിയണമല്ലോ. ആ സമയത്ത് ബബിത ആകെപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുക. കൃഷ്ണമോൾ 1-2 വട്ടം വന്ന് നോക്കി. ബബിതയാണെങ്കിലും മുറിയിൽ നിന്ന് അനങ്ങുന്നു പോലില്ല, ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുന്നത്. വല്ലാത്തൊരു വിഷമമുണ്ടെന്ന് മനസ്സിലായി. കാരണം അത്രയ്ക്ക് സങ്കടം ഉള്ളതുകൊണ്ടാണ് മുറിയിൽ തന്നെ ഇരിക്കുന്നത്. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുക. കാരണം പുറത്തേക്ക് പോലും ഇറങ്ങി വരാത്തൊരവസ്ഥയായിരുന്നു ഭവിതയുടേത്. അങ്ങനെ കൃഷ്ണമോൾ കുറച്ച് സമയം നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്താണ് ഭവിതയുടെ ഫോണിലേക്ക് വൈജയന്തിയുടെ കോള് വരുന്നത്. ആദ്യം കോള് വിളിച്ചു, പക്ഷെ ബബിത കോൾ അറ്റൻഡ് ചെയ്തില്ല. ബബിതയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വൈജയന്തിയുടെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. വീണ്ടും കോള് വരുവാണ്. ആ സമയത്ത് ബബിത നോക്കി, എന്നിട്ട് കോൾ എടുത്തു. എന്താ എന്ന് ചോദിച്ചു. എന്താടി? ഞാൻ ഫോൺ വിളിച്ച നീ കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. കണ്ടു. എന്നിട്ട് എന്താടി നീ എടുക്കായിരുന്നേ? നിനക്ക് എന്തായിരുന്നു എടുത്താല്? നിനക്ക് എന്താ ഇത്ര എടുക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഞാൻ കോഡ് എടുത്തല്ലോ, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. വെറുതെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ഓരോന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ അമ്മ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നാന്ന് പറഞ്ഞു. ഓ പിന്നെ
മനഃപൂർവ്വം എടുക്കാതിരുന്നാണ് പോലും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ നിന്റെയൊക്കെ തള്ളയെന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് കേട്ടതും ഭവിത പറഞ്ഞു, അമ്മ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ എപ്പോഴും ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല, നിന്റെ അലീനയെന്ന് പറയുന്ന ആൾ അവിടുന്ന് പോയെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അതെ, അലീന ചേച്ചി പോയി. ഓ, അപ്പം അതായിരിക്കും നിനക്ക് ഇത്ര മൗനവ്രതം അല്ലേ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എടി, ഒരു വേലക്കാരി പോയെന്നും പറഞ്ഞോണ്ട് നീ ഇത്രമാത്രം കിടന്നോണ്ട് അങ്ങനെ തുള്ളേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടതും ഭവിത ചോദിച്ചു, അമ്മ എന്താ, അമ്മയ്ക്ക് എന്താ ഇപ്പൊ വേണ്ടേന്ന് ചോദിച്ചു. എടി, ആ അവള് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും വിളിച്ചതാ. എനിക്ക് അങ്ങോട്ടേക്ക് വരണമല്ലോ. അതെ, അമ്മയ്ക്ക് സമാധാനമായല്ലോ. അലീന ചേച്ചി പോയി കഴിഞ്ഞപ്പോ പാവം, അത് ഒരു ശല്യം ഉണ്ടാക്കാതെ പോയെന്ന് പറഞ്ഞു. പാവം, എവിടെ പാവം? അവളോ? എടി, അവൾ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. നിനക്കൊന്നും അറിയത്തില്ലെങ്കിൽ എനിക്കറിയാം. എല്ലാത്തിനും കാരണം അവൾ ഒറ്റ എഴുത്തിയാ. അവളെപ്പോലെ ഇടത്തിന് ഞാൻ കണ്ടിട്ടില്ല. അതെ, അലീന ചേച്ചി പാവം. അതെ, പറഞ്ഞു കഴിയുമ്പത്തിന് അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നറിയാം. പക്ഷെ അലീന ചേച്ചി അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ, അതാണ് അമ്മയുടെ കാരണം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അതേടി, നിങ്ങൾക്ക് അങ്ങനെയല്ല. നിന്നെയൊക്കെ അവള് കയ്യിലെടുത്തിരിക്കുമല്ലേ. എൻ്റെ അമ്മേ, അലീന ചേച്ചി ഞങ്ങളെ കയ്യിലെടുത്തിട്ടൊന്നുമില്ല. അലീന ചേച്ചി ഒരു കാര്യം മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റാന്ന് പറയണം. ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ തെറ്റ് കണ്ടിട്ട് അത് ശരിയാന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം നിൽക്കരുത്. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നേ. പക്ഷേ അമ്മയ്ക്കിതൊന്നും ദഹിക്കത്തില്ലായിരിക്കും. പിന്നെ അമ്മ പറഞ്ഞല്ലോ, അവള് ഭയങ്കര സാധനമാണ്. അവള് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെയെന്ന്. അമ്മ ശരിക്കും പറഞ്ഞാല് സ്വന്തമായിട്ടൊന്ന് ഒന്ന് ആലോചിച്ച് ചോദിക്കാൻ മതി. അപ്പം അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എടി, അവള് പോയെന്ന് പറഞ്ഞല്ലോ, ഇനി അവള് ചെന്ന് കയറി കൊടുക്കട്ടെ ഒരു വീട്ടില്. അവൾക്ക് അവിടെ പരമാനന്ദ സുഖമാണെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ല. ഇവിടെ കിട്ടിയ എൻ്റെ 100-ലൊന്ന് സുഖ സന്തോഷം അവൾക്ക് അവിടെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നമ്മയോട് ആരാ പറഞ്ഞേ? അതൊക്കെ അമ്മയുടെ വെറുതെ തെറ്റിദ്ധാരണ മാത്രം. ഒരിക്കലും അല്ല. ഇവിടെ അലീന ചേച്ചിക്ക് സുഖമാണെന്നായിരുന്നു അമ്മ കരുതിയിട്ടുണ്ടേ. ഒരിക്കലുമല്ല. ഒരു ദിവസം പോലും അമ്മ സമാധാനം കൊടുത്തിട്ടുണ്ടോ? അമ്മ ഇവിടെ ഉള്ള ദിവസം അലീന ചേച്ചിക്ക് ശരിക്കും നരക തുല്യമായ ജീവിതമായിരുന്നു. അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അലീന ചേച്ചിക്ക് ഉണ്ടായിരുന്നേ. പാവം, അതെങ്ങനെയെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെട്ടോട്ടെ. എടി, നീ കൂടുതലൊന്നും പറയണ്ട. നീ അവളെക്കുറിച്ച് അങ്ങനെ പൊക്കി പറയൊന്നും വേണ്ട. അവള് പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നേ. എന്താണെങ്കിലും ഞാൻ വരാൻ തീരുമാനിച്ചു. അമ്മ വരുവോ വരാതിരിക്കുവോ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യാം. അല്ല, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ വിളിച്ചത്? ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ, വെച്ചോളാൻ പറഞ്ഞു. അപ്പം അവർ ദേഷ്യത്തോടു കൂടി ആ ഫോൺ ആ കട്ടിലേക്ക് വലിച്ച് ഒരു ഏറെറിയണം. വൈജയന്തി ഇങ്ങനെ ആലോചിക്കുക. വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോകേണ്ട ബാഗിനകത്തേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കമല അങ്ങോട്ടേക്ക് വരുന്നത്. കമല വന്നിട്ട് ചോദിച്ചു, ഇതെന്താ വൈജയന്തി ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നത്? ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് ചോദ്യം. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഇതെന്ത് ചോദ്യമോ കമലെടുത്തി? ഞാൻ പോവാനായിട്ട് എടുത്തു വെക്കുക. പോകാനോ? അതെ, അവള് അലീന ആ വീട്ടിൽ നിന്ന് പോയില്ലേ, അപ്പം ഇന്ന് തന്നെ പോയേക്കാന്ന് കരുതി. അയ്യോ, നീ ഇന്ന് തന്നെ പോണോ വൈജയ്? അതെ, പതുക്കെ സാവകാശം നാളെ പോയേ പോരെ നിനക്ക്. അതെന്താ കമലെടുത്തി പെട്ടെന്ന് ഇത്രമാത്രം ഒരു എന്നോടൊരു സ്നേഹവും കാര്യങ്ങളും? അയ്യോ, അതല്ല, അവള് പോയെന്ന് ഓർത്തുകൊണ്ട് ഓടി അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഒന്നും അല്ലല്ലോ, ഇത്ര ദിവസം നീ ഇവിടെ നിന്നല്ലേ. ഓ, കമലെടുത്തിയുടെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കമലെടുത്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എനിക്കറിയാം. എത്രയും പെട്ടെന്ന് പോകണമെന്നാ കമലെടുത്തിയുടെ മനസ്സിലാഗ്രഹം. ഒരു നിമിഷം മുമ്പ്. എന്നിട്ട് കമലെടുത്തി എൻ്റെ മുന്നിൽ അഭിനയിക്കൊന്നും വേണ്ട. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഞാൻ കാണുന്ന കാര്യങ്ങളല്ലേ. കമലെടുത്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പല ദിവസങ്ങളും അസുഖമാണെന്ന് പറഞ്ഞു മുറിയിൽ തന്നെ കിടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ എന്നോട് പറയേണ്ട ഇതൊക്കെ എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, ആ ശരിയാ, നീ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാ? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. സ്നേഹം കൊണ്ടോ? അതെ, നീ അനുഭവിക്കേണ്ടതാണ് അവിടുത്തെ ഈ നെടുമ്പൊരിക്കൽ ഭാര്യേന്ദ്രൻ്റെ ഭാര്യ പദവി. അത് മാത്രമല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടവള് നീയാ. എന്നിട്ടോ വെറും ജോലിക്കാരിയായി വന്ന് ഒരുത്തി അവിടെ കൈയടക്കി വെച്ചിരുന്നപ്പോൾ എനിക്ക് സഹിച്ചില്ല. അവൾക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതെ വന്നോണ്ടാ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നേ. അല്ലാതെ നീ ഇവിടെ വന്ന് നിൽക്കുന്നോണ്ടല്ല. പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചു. നീ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. നീ വന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. എന്നാലും എൻ്റെ വൈജയന്തി നീ അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, അത് പോട്ടെ, എന്താണെങ്കിലും ഞാൻ അങ്ങോട്ട് പോയേക്കുക. ഇപ്പോഴെനിക്കൊരു സമാധാനമായത് അവൾ ആ വീട് വിട്ട് പോയി കഴിഞ്ഞപ്പോൾ. ഇതേ കമലേ, അല്ല ഇതേ വൈജയ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളുണ്ടല്ലോ അലീന,
അവളങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നവളാന്ന് എനിക്ക് തോന്നില്ല. അവൾ പോയാലും ചിലപ്പോൾ പോയതുപോലെ തന്നെ തിരികെ വരും. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവിടെ ചെന്നാലും നിന്റെ ഒരു പിടി എപ്പോഴും എല്ലാവരുടെ മേലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം കമലെടുത്തി, അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നീ അവിടെ ചെന്നാലും ചിലപ്പോൾ അറിയാലോ, അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല, പഴയതുപോലെ തന്നെ ആയിരിക്കും. ഞാനിനി അവളെ അവിടെ കയറ്റാൻ പോകുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇനി കമലെടുത്തിയോ അല്ലെങ്കിൽ മറ്റാരോ അവളെ ഇങ്ങോട്ട് കയറ്റായിരുന്നാൽ മതി. അതൊരു കുത്തുവാക്കായിരുന്നു. പെട്ടെന്ന് കമല പറഞ്ഞു, അതെന്താടി വൈജന്തി അങ്ങനെ പറഞ്ഞേ? ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ, എനിക്ക് മനസ്സിലായി നീ അതെനിക്കിട്ട് കുത്തിയതാന്നുള്ള കാര്യം. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ മനുവിൻ്റെ ഭാര്യയായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്നല്ല നീ ഉദ്ദേശിച്ചേ. എൻ്റെ കൊക്കിന് ജീവനുള്ളപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും വൈദ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കമലടുത്തേക്ക് കൊള്ളാം, ഇല്ല കമലടുത്തിയുടെ ജീവിതം തീർന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, കമല എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. കാരണം വൈജയന്തിൻ്റെ മനസ്സിലേക്ക് 100 കാര്യങ്ങളായിരുന്നു ആ സമയത്ത് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി സൗദാമിനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, എടി എന്നെ പതുക്കെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ വൈജയന്തി മുത്തശ്ശിയെ പിടിച്ചെഴുന്നേപ്പിച്ചു. അല്ല, നീ ഇതെങ്ങോട്ടോ ഒരുങ്ങി? ഞാൻ പോകും അമ്മേ കടപ്പാട്ട് വീട്ടിലേക്ക്. അതെന്താ പെട്ടെന്ന്? അവള് പോയി ആ ഒരുമ്പെട്ടവള് അലീനെ അവിടുന്ന്. എടി അവൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അവള് വന്ന് യാത്രയും പറഞ്ഞിട്ടാ പോയതല്ലേ? അവള് പോയതുകൊണ്ട് എനിക്കിനി സമാധാനമായി, സന്തോഷത്തോടെ എനിക്ക് അവിടേക്ക് ചെല്ലാന്ന് പറഞ്ഞു. എടി എന്തിനാടി അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അതൊരു പാവം കൊച്ചല്ലേന്ന് ചോദിച്ചു. പാവം, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എടി അവൾ ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് നിന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിക്ക് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നെ. പിന്നെ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തു, ഈ പറഞ്ഞ അമ്മയും ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തു, എൻ്റെ ആങ്ങളമാരെയും കയ്യിലെടുത്തു. പക്ഷെ എന്നെയും കമലെടുത്തിയെ മാത്രം അവൾക്ക് കയ്യിലെടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ലടി. അതെ, നിങ്ങളൊക്കെ വിഷമല്ലേ? വിഷത്തിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളവും വിഷമായിട്ട് മാറത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെയൊക്കെ മനസ്സിലേക്ക് അത്രയും വിഷമാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി രൂക്ഷമായിട്ടെന്ന് മുത്തശ്ശിയെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലേലും അമ്മ അവളുടെ ഭാഗത്ത് തന്നെയാണല്ലോ. പിന്നെ അമ്മ അവൾ പോകുന്നതിന് മുമ്പ് എനിക്കിട്ടൊരു പണിയും കൂടെ തന്നിട്ടാ പോയെന്ന് പറഞ്ഞു. എന്താടി വൈജയന്തി ആരും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. 10-23 വർഷക്കാലം മുമ്പ് നിങ്ങൾ ആഗ്രയിൽ ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ചല്ലേന്നൊരു ചോദ്യം. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, കണക്കായിപ്പോയി. എടി അവൾ പറഞ്ഞ കാര്യം സത്യമല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, അമ്മയാണോ ആ കാര്യം പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചു അവളോട്. പിന്നെ ഞാൻ അവളോട് അത് പറഞ്ഞു കൊടുക്കുമല്ലേ? എങ്കിൽ പിന്നെ എൻ്റെ ആങ്ങളമാരാണോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവളന്ന് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. അപ്പം പിന്നെ എങ്ങനെയാ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതെന്ന് ചോദിച്ചു. എൻ്റെ ആങ്ങളമാർ ചിലപ്പോൾ അവളെ പ്രീതിപ്പെടുത്താനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അവൾക്ക് കാര്യങ്ങൾ അറിയാലോ. ഇനി നീ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ഇല്ലെങ്കിലുണ്ടല്ലോ അതാ മിക്കവാറും അവൾ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടില്ല. ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ആ സെക്കൻഡിൽ എനിക്ക് ഡിവോഴ്സ് എന്ന് എന്നെ പറഞ്ഞുകൊണ്ടാ. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. എങ്കിൽ നീ സൂക്ഷിച്ചോ. അവൾക്ക് വേണമെങ്കിൽ അത് പറയായിരുന്നു. നിന്നെ മുൾമുനെ നിർത്തിക്കൊണ്ട് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. അവളത് പറഞ്ഞില്ലല്ലോ. അത് അവളുടെ മാന്യത. ഇനി അവൾ പറയുമെന്ന് എനിക്ക് പേടിയുണ്ടമ്മേ. ആ ഒരു പേടി നിന്റെ മനസ്സിൽ കിടക്കാൻ നല്ലതാ. നശിച്ച പണ്ടാരം, അവളൊന്ന് ചത്തൊടുങ്ങിയാൽ മതിയായിരുന്നു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് ദേഷ്യമായി. ദേ അങ്ങനെ പറഞ്ഞ നിന്റെ നാവ് പുഴുത്തു പോകത്തോളടി, നിനക്ക് ഒരിക്കലും ഗതി പിടിക്കില്ല. അവളെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മുത്തശ്ശിക്ക് അറിയാലോ ഈ പറയുന്ന വൈദ്യയുടെ മോളാണ് അലീന എന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും വൈജയന്തി ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. നാണം കൊണ്ടുവരും നിനക്ക് പറയാനായിട്ട്. ഇത്തിരി ഇല്ലാതെ ആ കൊച്ചിനെ അങ്ങോട്ട് അങ്ങനെയൊക്കെ പറയാനായിട്ട് അവൾ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്ന ചീത്തയെല്ലാം വൈജയന്തിയെ പറയണം. അപ്പം അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.